Hello guys, welcome back to my new video. Just for the beginners, for this one I forgot. Sometimes I will confuse to which this music instrument. So let's play the music. So let's play this thing. Okay. Let's start. So pan. Tune കിട്ടുന്നില്ല എന്ത് ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ സ്റ്റാർട്ട് ഫ്രം ദീസ് തിങ്സ് സോ ദിസ് ആക്ച്വലി ഇത് so this is up and down so sometimes ഇതിൽ സംഭവം ഉണ്ട് അതായത് ഇങ്ങനെ എ ബി സി അല്ലെങ്കിൽ 1 2 3 4 5 6 ഓക്കെ സോ അങ്ങനെ സോ വയലിൻ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 1 2 3 4 5 6 so just go this plate. സോ ഇവിടെ നമ്മൾ നോക്കിയാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ബാക്കി നമുക്ക് സോങ് കിട്ടുന്നില്ല സോങ് സ്റ്റാർട്ടിങ് ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ഈ മൈൻഡ് സെറ്റ് നമുക്ക് എന്താണ് പാട്ട് അത് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പാട്ടൊന്നും കിട്ടുന്നില്ല
സോ ഇത് കാരണം ഇത് കുറച്ചൊരു ഈ സെറ്റിങ്സ് ഇതായത് കൊണ്ട് പാട്ട് നമുക്ക് എന്തും, കാരണം ഇത് കുറച്ചൊരു സ്വല്പം റോക്ക് സ്റ്റാർ ബേസ്ഡ് ആയിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ, പക്ഷേ ഞാൻ അത്ര വലിയ റൊമാൻറ്റിക് ഒന്നുമില്ല. സോ എനിക്ക് എന്ന് വെച്ചാൽ ഒരു റോക്ക് സ്റ്റാർ ബേസ്ഡ് ഇട്ടാണ്, സോറി അങ്ങനെ അങ്ങനെ കിട്ടും. പക്ഷേ ഇതിങ്ങനെ നല്ല താഴ്ന്നു വരുന്നുണ്ട്, മേലേന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ദിസ് ഈസ് ബിഗിനേഴ്സ്. നമ്മൾ മെല്ലെ ചെയ്യണം, മെല്ലെ. പ്രോസസ്സ് പോയി. എന്താ ഇപ്പോൾ ചെയ്യുക, ഇനിയിപ്പം സംതിങ് ഇസ് ടു ഫീൽ കൂടെ. അപ്പം ഞാനൊരു പാട്ട് പാടാം. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഈ പാട്ടെന്ന് പറയുന്നത് കാരണം നമ്മളിപ്പം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണ്, എന്നാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെയിം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കാരണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഇതിന് കുറച്ചൊക്കെ സമയം എടുക്കും. സോ ഇത് ജസ്റ്റ് ഒരു ഇതാണ്. കാരണം സത്യം പറയാതെ ഇത് എനിക്ക് ആഗ്രഹം കൊണ്ടൊന്നുമില്ല, നമുക്കെല്ലാവരും ഒരു ആഗ്രഹങ്ങളുണ്ടാവും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്കൊരു ത്രില്ലാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് കിട്ടും, നമ്മൾ താളത്തിലൂടെ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. സോ നമ്മളിങ്ങനെ ഏത് പാട്ട് നമുക്കറിയാം, പക്ഷേ നമുക്കിങ്ങനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. എന്തിപ്പോൾ പാട്ട് കേൾക്കാം. ഓക്കെ, സോ സ്റ്റാർട്ട്.
ട്യൂൺ ശരിയാവില്ല, ട്യൂൺ കറക്റ്റ് ആവില്ല. അയ്യോ അയ്യോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എന്ത് കാരണം. ഓക്കെ, വേറെ പാട്ടുണ്ട്. കാരണം ഇതായിട്ട് ഒരു സാമ്യമൊന്നുമല്ലോ അങ്ങനെ. കാരണം ഇത് എടോ സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ പാട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ ഇതാണ് എനിക്ക് പ്രശ്നം. കാരണം നമ്മൾ പാട്ട് നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നമ്മൾ നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് പരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്താലൊക്കെ നമുക്ക് സെറ്റാക്കണം. പക്ഷേ ഇത് നമ്മളിപ്പം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനായതുകൊണ്ട് ഇത് എൻ്റേതൊന്നല്ല, ഇത് വേറെ എന്തോ ആണ്. സോ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം സാധനം നല്ലതാണ്. പഠിച്ചാൽ തന്നെ നമുക്ക് അതായത് നമുക്ക് ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കോമൺലി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ടു ബി ഓണസ്റ്റ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. കാരണം ഇപ്പം വീക്കെൻഡ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖം. ഈ മഴയുള്ള സമയത്തൊക്കെ വരുന്നത്. ഓക്കെ, ഏതെങ്കിലും പാട്ട് ഇത് ലാസ്റ്റാണ്. ദിസ് ഈസ് ലാസ്റ്റ്. ഇനിയിപ്പോൾ എന്താണ് അറിയില്ല. കാരണം എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിക്കണം അറിയില്ല. പക്ഷേ ദിസ് ഫോർ യു ഗൈസ്. എന്തെങ്കിലും ടോൺ എന്തെങ്കിലുമൊക്കെ നോക്കുക. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യണം. പക്ഷേ നമ്മൾ ആലോചിച്ചെങ്കിൽ ഒരു കാര്യമില്ല. കാരണം ഈ സാധനം എന്ന് പറയുമ്പം അത് തലയിൽ കയറുന്നില്ലല്ലോ. കാരണം എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. കാര്യമൊക്കെ ഉണ്ട്. അതിപ്പം റീചാർജിൻ്റെ എക്സ്പയർ ഡേറ്റ് തന്നെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യമാണ്. അപ്പം ഇപ്പോഴുള്ളൂ. കാരണം ഈ വീഡിയോയിട്ട് വലിയ സാമ്യമൊന്നുമില്ല. കാരണം ജസ്റ്റ് പിയാനോ വായിക്കാം, ഗിറ്റാർ മറന്നുപോയില്ലോ, എന്തോ ഇൻസ്ട്രുമെൻ്റ് കാര്യം വായിക്കാണ്. സോ പലത് മ്യൂസിക്കിന് ഇത് അറിയാത്ത സംഗതി. ഞാൻ ജസ്റ്റ് ഇത് തുടങ്ങിയിട്ടുള്ളൂ. കാരണം പിന്നെ ഇത് തുടങ്ങിയാൽ പിന്നെ ഇതിന് പരിശ്രമിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് അറിയില്ല. കാരണം ഇതിനേക്കാളും ബെറ്ററായിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യും. സോ ദിസ് ഈസ് ലാസ്റ്റ്. സോ ആകെപ്പാടെ ജസ്റ്റ് ഒരു 1 or 2 minutes, that's all.
താങ്ക് യു. ഒന്നും ചിന്തയിലൊന്നും കയറുന്നില്ല, കാരണം ഇത് പഠിക്കാനൊക്കെ കുറച്ച് പാടാണ്. ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ജസ്റ്റ് നിങ്ങളിപ്പം ഫ്രീ ടൈമിലൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ സാധനങ്ങളൊന്നും ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ ആരെങ്കിലൊക്കെ ചിലപ്പം ടൈം പാസിന് വേണ്ടി യൂസ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഇസ് ഓൾ. ദിസ് ബിലോങ്സ് ടു ദി ടൈം പാസ്. സോ ദിസ് ഇസ് ടൈം പാസ്. സോ ഇത്രയേ ഉള്ളൂ. ആൻഡ് എനിത്തിങ് എൽസ് ഒന്നുമില്ലല്ലേ. സോ താങ്ക് യു.